ഇതിൽ മറ്റേ ബോഗേം വില്ലയിലെ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇടാം. ഇത് കണ്ട ചുറ്റും സിനിത്തേരിയാണ്. അതിന്റെ നടുവിലും ആ പാട്ടും ഭയങ്കര പേടിപ്പിക്കും. ഞങ്ങളെല്ലാവരും കൂടി നടന്ന് എങ്ങോട്ടേക്കാണെന്നല്ലേ, ഇത് ഈ ക്രിസ്മസിന് ഞങ്ങൾ വിറ്റ്ബി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ട്രിപ്പ് പോയതാട്ടോ. ക്രിസ്മസ് ഡേയിൽ വേറെ ഒന്നും ഇവിടെ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ നടക്കാൻ ഇറങ്ങാമെന്ന്. ഇത് ഞങ്ങൾ വിറ്റ്ബി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നിരിക്കുക കേട്ടോ. അവിടെ വിറ്റ്ബി ആബി കാണണമെങ്കിൽ 199 സ്റ്റെപ്സ് കയറണം. ഞാനും ഐവിൻ കയറാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഐവി കയറാം, റെഡി? ഓ, ഇത്രയും നാള് UK ഉണ്ടായിട്ട് എന്തുകൊണ്ട് വിറ്റ്ബി ഇതിന് മുമ്പ് വിസിറ്റ് ചെയ്തില്ല എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് വിറ്റ്ബി. ഇത് സമ്മറിൽ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇത് ബീച്ചാണ് അടുത്ത്. അപ്പോൾ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൈവ്ലിയാണ്. ഞങ്ങൾ പോയത് ഡിസംബറിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനെ ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് കൂടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സ്ഥലം എത്ര ബ്യൂട്ടിഫുള്ളാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത് ഈ ക്രിസ്മസ് ഡേക്ക് ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഇവിടെ UK ക്രിസ്മസ് ഡേയിൽ യൂഷ്വലി ഒന്നും ഓപ്പൺ ചെയ്യില്ല. ഷോപ്സോ റെസ്റ്റോറൻറ്റ്സോ എൻ്റർടൈൻമെൻറ്റോ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ നടക്കാൻ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ്. എന്നെ വലിച്ചുകൊണ്ട് പോയി. ഐവിക്കൊരു കുഴപ്പമില്ല, ഞാൻ വയ്യണ്ടേ. ഓക്കെ, അവിടെ സീ നോക്കൂ. വിറ്റ്ബി ഒരു ബീച്ച് ഫ്രണ്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്ന് ഫുൾ ബീച്ച് കാണാം കേട്ടോ. അതന്നെ ഭയങ്കര ഒരു വ്യൂ ആയിരുന്നേ. ഈ 199 സ്റ്റെപ്സ് ഞങ്ങൾ ഇരുന്നും കിടന്നു നോക്കിയാട്ടോ കയറിയത്. സത്യം പറയുകയാണെങ്കിൽ ഇത് അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു വാക്കല്ല. പക്ഷെ ഐവി ലീഷിലായതുകൊണ്ട് ഐവി ഒത്തിരി നമ്മളെ പുള്ള് ചെയ്യുന്നുണ്ടായിരുന്നു. അത്ര സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സ് ഒന്നുമല്ല കേട്ടോ ഈ 199 സ്റ്റെപ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ മര്യാദയ്ക്ക് നടക്കുകയാണെങ്കിൽ ഒരു ഈസി വാക്ക് തന്നെയാണ്. പക്ഷെ ഐവി പുള്ള് ചെയ്യുന്നതായിരുന്നു അവിടുത്തെ മെയിൻ പ്രശ്നം. ഐവിക്കാണെങ്കിൽ കൂടെ ഉള്ളവരൊക്കെ മുകളിലെത്തി, ഞാൻ മാത്രം സ്ലോ ആയി എന്നുള്ള പോലെയാണ് എന്നെ വലിച്ചുകൊണ്ട് പോയത്. അവൾക്ക് എല്ലാത്തിലും ഫസ്റ്റ് എത്തണം. അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഗാർഡ് ഡോഗ് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. അവളില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് വെച്ച് മുന്നേ പോയവരെ രക്ഷിക്കണമെന്ന ഒറ്റ വിചാരത്തിലാണ് അവൾ പുള്ളയണേന്ന് തോന്നുന്നുണ്ട്. ബ്യൂട്ടിഫുൾ വിറ്റ്ബി. ഐവി ഹാഫ് ആയിട്ടുള്ളൂ, ഇനിയും കയറണം. ഇതാണ് വിറ്റ്ബി സിറ്റി മോളിൽ നിന്ന് കാണുന്നത്. അവിടെ ഒത്തിരി പേര് ക്യാമറയൊക്കെ കൊണ്ടുവന്ന് ഫോട്ടോ പിടിക്കുന്നുണ്ടായിരുന്നു. സൺസെറ്റ് ടൈമായിരുന്നു. അപ്പോൾ സൺസെറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും കാണാൻ പറ്റി സൺസെറ്റ്. കണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിറ്റ്ബി കാണണമെങ്കിൽ ഇവിടെ എത്തണം. മുകളിലെത്താറായപ്പോൾ ഞങ്ങൾ ഐവിനെ ജസ്റ്റ് ഒന്ന് അഴിച്ചു വിട്ടു. അപ്പോൾ അവൾ ഓടിപ്പോയതാണ് ഈ കണ്ടത്. ഫൈനലി എൻഡ് ഓഫ് 199 സ്റ്റെപ്സ് കണ്ടെത്തി. ഇതാണ് മുകളിലെത്തിയുള്ള വ്യൂ കേട്ടോ. അവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ പള്ളിയും ശരിക്കുള്ള ഒരു പള്ളിയും ഉണ്ട്. പിന്നെ അതിന് ചുറ്റും കുറേ ഗ്രേവ് യാർഡാണ്, കുറേ ശവകുടീരങ്ങൾ നമുക്ക് കാണാം. പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിറ്റ്ബി സിറ്റി കാണാം, ബീച്ച് കാണാം, സൺസെറ്റ് കാണാം, സൺറൈസ് കാണാം. ഇതിൽ കൂടുതൽ എന്തു വേണം? 199 സ്റ്റെപ്സ് നടന്നതിൻ്റെ വേർത്ത് മുകളിലെത്തിയ ഉണ്ട്. ഇതിൽ മറ്റേ ബോഗേം വില്ലയിലെ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇടാം. ഇത് കണ്ട ചുറ്റും സിനിത്തേരിയാണ്. അതിന്റെ നടുവിലും ആ പാട്ടും ഭയങ്കര പേടിപ്പിക്കും. ഈ നടക്കാൻ വരുന്നതിന് മുമ്പ് ബോഗേംവില്ല സിനിമ കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതാട്ടോ. അപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു ഈ സെമിത്തേരികളുടെ ഇടയിൽ ബോഗേംവില്ലയുടെ പാട്ടും കൂടി ഇട്ട ഭയങ്കര ക്രീപ്പി ആയിട്ട് തോന്നുന്നു. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു കെഫെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഒരു ചൂട് ചായയൊക്കെ വാങ്ങി ഊതി ഗുപ്തൻ്റെ പോലെ ഊതി കുടിച്ച് ഈ വ്യൂ എൻജോയ് ചെയ്യാം. ഞങ്ങൾ ക്രിസ്മസ് ഡേയിൽ ചെന്നതുകൊണ്ട് അവിടുത്തെ കെഫെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചായയും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. നടന്ന് പോയി തണുത്ത് വിറങ്ങലിച്ച് അവിടെ നിന്ന് തിരിച്ചു വരേണ്ടി വന്നു. അപ്പം ഞങ്ങളൊരു തീരുമാനം എടുത്തു, അടുത്ത സമ്മറിൽ നമ്മൾ ഈ പ്ലേസിലേക്ക് വീണ്ടും വരും. എന്നിട്ട് കെഫേയിൽ നിന്ന് ചൂട് ചായ വാങ്ങിയിട്ട് ഈ വ്യൂ എൻജോയ് ചെയ്യുന്നു. അവിടെ എഴുതി വെച്ചേക്കുന്ന 199 സ്റ്റെപ്സിൻ്റെ കഥ ഞങ്ങൾക്ക് അപ്പാടെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് എണ്ണിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ എഴുതി വെച്ചത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. 199 സ്റ്റെപ്സ് തന്നെ ഉണ്ടായിരുന്നു. 199 സ്റ്റെപ്സ് കൗണ്ട് ചെയ്തു. 199 സ്റ്റെപ്സ് കൗണ്ട് ചെയ്തു.
അങ്ങനെ ആ 199 സ്റ്റെപ്സ് ഇറങ്ങി ഞങ്ങൾ വിറ്റ്ബി സിറ്റിയും കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കണ്ട് നല്ലൊരു വാക്കായിരുന്നു അത്.